കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് സത്യയുടെ സ്കൂളാണ് കേട്ടോ. സ്കൂളിൽ സത്യ അവിടെ പുറത്ത് ഇൻ്റർവെല്ലിന് ഗ്രൗണ്ടിൻ്റെ അവിടെ നിൽക്കുമായിരിക്കും. ഈ സമയം സത്യയുടെ ക്ലാസ്സിലെ ഒരു പയ്യൻ വന്ന് സത്യയെ അച്ഛൻ്റെ പേരും പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയും ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പയ്യൻ പറയണേ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നീ എന്താ മറുപടി പറയാത്തത്? പറയടി, നിൻ്റെ അച്ഛൻ എവിടെയാ? അമ്മയെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, നിനക്കെന്താ അച്ഛനില്ലേ? അങ്ങനെ ആ പയ്യൻ്റെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ സത്യക്ക് വല്ലാതെ സങ്കടമാകുവാണ് കേട്ടോ. നാളെയാണെങ്കിൽ അവിടെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും ഡെക്കറേഷനും ഒക്കെയാണ് കേട്ടോ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം സ്കൂളിലെ പ്രിൻസിപ്പളും അങ്ങോട്ട് എത്തുന്നുണ്ട്. അന്നേരം പപ്പിയും സത്യയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ പയ്യനും അവിടെ ഉണ്ടാകും. ഈ സമയം പ്രിൻസിപ്പൾ പറയുവാണ്, അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നാളെ ഫാദേഴ്സ് ഡേ ആണ്. എല്ലാവരും വീട്ടിൽ ചെന്ന് ഈ കാര്യം നിങ്ങളുടെ അച്ഛനും അമ്മയെ അറിയിക്കണം. ഫാദേഴ്സ് ഡേക്ക് എല്ലാവരും ഫാദേഴ്സിനെ കൂട്ടിക്കൊണ്ട് വരണം. സത്യ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഫാദേഴ്സ് ഡേ ആണ്, അല്ലാതെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരരുത്. അങ്ങനെ പറഞ്ഞ പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ആ പയ്യൻ പറയണേ, ആ നാളെ ഫാദേഴ്സ് ഡേ അല്ലേ, ഫാദേഴ്സ് ഡേക്ക് അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണമല്ലോ. അപ്പം ഞാനിപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരം അപ്പം പറഞ്ഞാലും മതി. അങ്ങനെ പറഞ്ഞ് അയാൾ ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം സത്യയാണെങ്കിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുവാണ്. അത് കാണുമ്പോൾ പപ്പിക്ക് ഭയങ്കര സങ്കടമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഭാമയും രാഘവനും പൊന്നിയും കൂടി ശാലിനിയെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എത്തുവാണ്. അങ്ങനെ അവരെ കാണുന്നതും ശാരദാമ്മ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാണ്. ഈ സമയം ശാലിനിയും ഒത്തിരി സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് എത്തുവാണ്. അന്നേരം ഭാമ ചിരിച്ചുകൊണ്ട് പറയുക, ഞങ്ങൾ വന്നത് ശാലിനിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്, വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട്. അങ്ങനെ പറഞ്ഞ് ശാലിനിക്ക് നേരെ പുടവയൊക്കെ നീട്ടുന്നുണ്ട്. അതൊക്കെ സന്തോഷത്തോടെ ശാലിനി വാങ്ങുവാണ്. എന്നാൽ ഈ സമയം ഭാമ ഒരു പുതിയ നിബന്ധന വെക്കുവാണ്. ശാലിനിയെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ സത്യ കൂടെ വരില്ല. സത്യ ആരാന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല, ഇവളതൊന്നും പറയുന്നുമില്ല. അങ്ങനെ ആരാ എന്താണെന്നറിയാതെ ഒരു കുട്ടിയും കൂടി കൂടെ കൊണ്ടുപോകാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശാലിനിക്ക് മാത്രമാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാം, സത്യം കൂടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഈ സമയം ശാലിനി ഉറച്ചു പറയണേ, എനിക്കെൻ്റെ സത്യമോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, സത്യയില്ലാതെ ഞാനും ഇങ്ങോട്ടേക്കും വരുന്നില്ല. അങ്ങനെ ഉറച്ചു തീരുമാനമെടുത്ത് ശാലിനി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ഭാമയും രാഘവനും പൊന്നിയേക്ക് തിരികെ വീട്ടിലെത്തുവാണ് കേട്ടോ. എന്നാൽ വീട്ടിലെത്തി ഇതെല്ലാം അറിയുമ്പോൾ വിഷ്ണു ആകെ ഭ്രാന്തെടുക്കുവാണ്. ഭാമയോട് പൊട്ടിത്തെറിക്കുവാണ് വിഷ്ണു. ശാലിനി ഇല്ലാതെ വിഷ്ണുവിന് ഇനിയൊരു ജീവിതമില്ല എന്നും പറഞ്ഞ് വിഷ്ണു അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കുടുംബശ്രീയിലേക്ക് എത്തുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ. ഇന്നത്തോടെ സത്യയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണമെന്നും ശാലിനി മറച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് വിഷ്ണു അവിടെ എത്തിയിരിക്കുന്നത്. ഈ സമയം ടെൻഷനോട് കൂടി നിൽക്കുവാണ് ശാരദാമ്മ. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്